ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ ബാവുക്കാക്കു വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എടുക്കണതിൻ്റെ തലേ ദിവസം രാത്രിയിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വന്നപ്പം. പിന്നെ ഇപ്പോൾ 2 വർഷമായി പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇപ്പോൾ കിച്ചണിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നേരത്തെ എനിക്ക് ചായയും കടിയും വേണമെന്ന്. അപ്പോൾ ഞാനിന്നിപ്പോൾ പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, പുട്ടും കടലക്കറിയും. അപ്പോൾ ഇന്ന് എനിക്ക് കാറ്ററിങ്ങും ഉണ്ട്. 5 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും വേണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിന്, പക്ഷേ പത്തിരി ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ല കേട്ടോ. പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ നേരം കുറേ വേണം. പിന്നെ കുട്ടികൾക്ക് സ്കൂളും ഉണ്ട്. അപ്പോൾ ഒരിക്കും തന്നെ പോകുമ്പോഴത്തേന് ചോറും കൂട്ടാനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവണം. അപ്പോൾ ഞാൻ പുട്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ തലേന്ന് തന്നെ കടല വെള്ളത്തിലിട്ടും ചെയ്തിട്ടുണ്ട്. അതേപോലെ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കറി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ബാബു ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ സമാധാനം കേട്ടോ. അങ്ങനത്തെ ഒക്കെ പിന്നെ ബാവുക്കാക്ക് ചെയ്യും. പിന്നെ അതേപോലെ കുട്ടികളെ മദ്രസക്കും സ്കൂൾക്കൊക്കെ കൊണ്ടാക്കാനും ഒരു ഇല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇപ്പോൾ ഏതായാലും വന്നപ്പോഴത്തിന് ജോലി കൊടുക്കല്ല കേട്ടോ. ഞാനിപ്പോൾ കാറ്ററിങ് നമ്മൾ ഏറ്റതല്ലേ. പിന്നെ അതേപോലെ എനിക്കിഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. രാവിലെ കുറച്ച് നേരം ഒന്നും ഇങ്ങോട്ട് മെനക്കെട്ടാൽ പോരെ, പിന്നെ നമ്മൾ ഫ്രീ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴേ അപ്പോൾ ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങൾ കിട്ടിയാൽ വേണ്ട എനിക്കൊന്നും കൂടൂല എന്നൊന്നും പറയലില്ല കേട്ടോ. എനിക്ക് കഴിയണതാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വീണ്ടും കിട്ടും ചെയ്യുള്ളൂ. പിന്നെ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിംഗ് ഒക്കെ ആവും മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ എനിക്ക് കൂടൂല എന്ന് തന്നെ പറയലാണ് കേട്ടോ. ഇതേപോലെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. കടല കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിലേക്കുള്ള മസാലപ്പൊടികളും സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് മിക്സാക്കി അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ബാവുക്കാക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങളെ ഫാമിലിമാര് ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 വർഷമായല്ലോ പോയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. ഞാൻ നമ്മളെ ബാവുക്കാക്ക് ഗൾഫിക്ക് പോണ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് ഐഫക്കുട്ടി ഇങ്ങനെ ഒപ്പം കൂടിയാണ്ട് കരഞ്ഞാണ്ട് ഉപ്പച്ചി പോണ്ട പറഞ്ഞാണ്ട് ഇങ്ങനെ ബാവുവിൻ്റെ ഒപ്പം പോയാണ്ട് ഇങ്ങനെ ആ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത് കണ്ടു നോക്കിട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടം. അത് കഴിഞ്ഞിട്ട് ഇപ്പം വരികയാണ്. 2 വർഷമായിട്ടോ. മാർച്ച് വന്നാൽ 2 വർഷമായി. ഇപ്പം ജനുവരി കഴിഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും കുറേ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഒപ്പം ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ പോലെ എന്നോട് എനിക്ക് ചായക്ക് ചിപ്സ് അല്ല വേണ്ടത് ബിസ്ക്കറ്റാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിസ്ക്കറ്റ് ഇല്ലേനി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനിയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഓരെന്നെ കൊണ്ടുവന്നോളൂ ഒക്കെ. അപ്പോൾ മധുരമുള്ള ചിപ്സ് ഉണ്ടേനി. അപ്പോൾ ചിപ്സും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടാളും. പിന്നെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് പുട്ടും പൊടിയൊക്കെ അതിൻ്റെ ഇടയിൽ നനച്ച് വെച്ചിട്ടുണ്ടായിന്. പിന്നെ തേങ്ങയൊക്കെ ചിരവി പുട്ടുപൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് പുട്ടുകുറ്റിയൊക്കെ നിറച്ചിട്ടുണ്ട്. പുട്ട് ബാവുന് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലേ പത്തിരിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിനി. പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണ് ബാവുന്. പിന്നെ പത്തിരിയൊക്കെ ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ ചിക്കനൊക്കെ ഇവിടെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ കാറ്ററിങ് ഉണ്ടായപ്പോഴേ ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ അത് ഉണ്ടാക്കിയാണ്ട് നേരം കളയണ്ട പുട്ടായാലും മതി പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പുട്ടുണ്ടാക്കിയതാ കേട്ടോ. അങ്ങനെ പുട്ടിന് ആവിയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴൻ്റെലിക്കല്ലേ നമ്മളെന്നും പുട്ട് കുത്തിയിടല്ലേ. അപ്പോൾ ഒന്നും വാഴൻ്റെലിക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടേ ഞാൻ ഒരു വാഴൻ്റെലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വാഴൻ്റെല വാഴൻ്റെല വെട്ടണ കണ്ട അപ്പോൾ കത്തുപാട്ട് ഓർമ്മ വരും അല്ലേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ആ ഒരു ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലേ. അധികം അങ്ങനെ വീഡിയോയിൽ കാണലില്ല. നമ്മളെ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ടേ കിച്ചണൊക്കെ താഴെയാണ്. അപ്പോൾ താഴെ ഭാഗത്തുനിന്ന് മേലത്തെ മുറ്റത്തൊക്കെ കയറാനാണ് കേട്ടോ ആ സ്റ്റെപ്പ്. അങ്ങനെ വാഴൻ്റെലൊക്കെ വെട്ടി കൊണ്ടുവന്ന് കഴുകി തുടച്ചൊക്കെ ആയപ്പോഴത്തിന് പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ടായിന്. അങ്ങനെ പുട്ടൊക്കെ ഞാൻ വാഴൻ്റെലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ കടലക്കറി അടുപ്പത്ത് വെച്ചിടണല്ലോ. അപ്പം
തേങ്ങ പിന്നെ അല്ലേ കേട്ടോ, തേങ്ങ ഒരു മുറി ഉള്ളതിന് ഞാൻ ചിരകി പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ എന്താ ബാവുക്കാക്കു തേങ്ങയൊക്കെ പൊളിച്ച് തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കിച്ചണിൽ എന്തിനെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുമൊക്കെ ചെയ്യും. അതേപോലെ ഇന്ന് എന്നോട് പറഞ്ഞു കേട്ടോ, ഇന്ന് എന്താ ഇപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ നമ്മളെ റിച്ചുവിനെ മദ്രസ് കൊണ്ടാക്കണം. അത് കഴിഞ്ഞാൽ 7:30 ആകുമ്പോൾ ചിഞ്ചുമോളെയും ഹൈഫക്കുട്ടിനെയും കൊണ്ടുപോകും. ഓരോ കൊണ്ടയാക്കി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8:30 ആകുമ്പം മഞ്ജുമോളെ ചിലപ്പോഴേ കൊണ്ടാക്കലുള്ളൂ. ചിലപ്പോൾ ഓൾക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കൂടെ പോവാൻ. അപ്പോൾ ചിലപ്പോൾ നടന്നു പോകും, ചിലപ്പോൾ ഞാൻ കൊണ്ടാക്കും. അങ്ങനെ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കിങ്ങും ഇതേപോലെ കാറ്ററിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതും ജോലിക്ക് പോകണമെങ്കിൽ അതൊക്കെ കൂടെ നമ്മളെ തലയിൽ തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ഓര് വന്നപ്പോൾ ഇന്ന് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടാക്കി വന്നപ്പോൾ പറയുന്നുണ്ട്, എന്നിപ്പോൾ ജല്ലപ്പിൽ ഏതൊക്കെ ചെയ്യലേ. ഇപ്പോഴങ്ങൊക്കെ മനസ്സിലായത് ചോദിക്കാം ഞാൻ കേട്ടോ. അപ്പോൾ ഒരിക്കൽ അറിയാം, എന്നാലും വെറുതെ പറഞ്ഞതാട്ടോ. അങ്ങനെ ഇതാ പുട്ടൊക്കെ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കാറ്ററിംഗ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം കാറ്ററിംഗ് ഉണ്ടായിന് ബാവുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കിട്ടോ. അപ്പോൾ ചെമ്പ് കൊണ്ടുവന്നിട്ടില്ലേനി. അപ്പോൾ രാവിലെ ഞാൻ ചെമ്പ് കൊണ്ടുവന്ന് തരേണ്ടതെന്നുകാണ്ട് രാവിലെ തന്നെ ചെമ്പൊക്കെ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നമ്മൾ ബാവുക്കാക്കുവിൻ്റെ ചങ്കാണ് കേട്ടോ. അപ്പോൾ എന്താ ചെമ്പൊക്കെ കിട്ടി. ഇനിയിപ്പോൾ എന്താ ചിക്കന് ബാവു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ പിന്നെ റെഡിയാക്കി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിയും തേങ്ങയൊക്കെ അരച്ച് തൂമിച്ചൊക്കെ സെറ്റാക്കി ഇനി ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ ഇതാ നല്ല അടിപൊളി പുട്ടും കടലക്കറി കേട്ടോ. കുട്ടികൾക്ക് പുട്ടിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഉപ്പച്ചിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കിയതാണ് പുട്ട്. പിന്നെ കുട്ടികൾക്കുള്ള ചോറ് കുക്കറിൽ വെച്ചേക്കാട്ടോ ഒന്ന്, അല്ലെങ്കിൽ ആയി കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് വെറുതെ നേരത്തെ എണീറ്റാണ്, വെറുതെ വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ നേരം പോയതാണ്. അപ്പോൾ എന്താ കുക്കറിൽ ചോറും വെച്ചു, അതുകൊണ്ട് ചോറും ആയി എളുപ്പം. അപ്പോൾ ഇതാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഒരു മുട്ടയും പൊരിച്ചു കൊടുത്ത്. ഇതാണ് കേട്ടോ എളുപ്പം കൂട്ടാൻ. എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും ഞാൻ. പക്ഷേ രാത്രി ഉപ്പേരിക്കൊക്കെ അരിഞ്ഞു വെച്ചേക്കാണെങ്കിൽ കുഴപ്പമില്ല. അത് പെട്ടെന്ന് വന്നുകൊണ്ടാണ് കുക്ക് ചെയ്യുമ്പോഴേ ആയി കിട്ടൂല. അപ്പോൾ ഞാൻ എന്താ എളുപ്പപ്പണിയൊക്കെ നോക്കിയതാണ് കേട്ടോ. പിന്നെ ഒരിക്കൽ അങ്ങനെയൊക്കെ മതി. മുട്ട പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ചോറൊക്കെ കഴിക്കൂട്ടോ. അങ്ങനെ എന്നെ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെന്താ പിന്നെ ബാവു ചിക്കനൊക്കെ കൊണ്ടുവന്നിനി. അപ്പോൾ ഞാൻ ഈ ചിക്കൻ എന്താ കഴുകി വെക്കാം കേട്ടോ. എനിക്ക് കൂടുതൽ സമയം വേണ്ടത് ഇതിനാണ്, ഈ ചിക്കൻ കഴുകാൻ. അതിനിങ്ങനെ തൂവലുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഓരോ പീസ് എടുത്ത് അങ്ങനെ എടുത്തിട്ട് വേണം കഴുകാൻ, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ എന്താ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടോ. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ പുട്ടും കടലക്കറിയും. ഇപ്പോൾ കുറേ ആയില്ലേ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ കുട്ടികളൊപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് ഓരോ ടൈമിനാണ് പോകേണ്ടത്. അപ്പോൾ ഓരോക്കെ അങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കി വന്ന് പിന്നെ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായി ലാസ്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടോ. ഇനിയിപ്പോൾ സവാളയൊക്കെ തൊലി കളയാനും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനൊക്കെ ഉണ്ട്. ഇന്നലെ ഒന്നും റെഡിയാക്കിയിട്ടില്ല. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് ബാബു വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വരുന്ന സന്തോഷവും ഇതൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ കിച്ചണിക്ക് പിന്നെ വന്നിട്ടും ഇതായിട്ടൊന്നുമില്ല ഇനി. അപ്പോൾ ഒക്കെ രാവിലെ തന്നെയാണ് റെഡിയാക്കിയത്. അപ്പോൾ സവാളയൊക്കെ ബാബു അരിഞ്ഞു തന്നു. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനൊക്കെ കൂട്ടി തന്നു. പിന്നെ ഞാൻ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ച് വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആക്ക് ബിരിയാണിന്ന് കരുതിട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ മുഴുവനായിട്ടുണ്ട് കാണിക്കണില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പേക്കാരം. അപ്പോൾ ഞാൻ എന്താ വേഗം തീയൊക്കെ കത്തിച്ച് ചെമ്പടുപ്പത്ത് വെച്ചിട്ട് എന്താ ചിക്കൻ ഇട്ടാണ് ഒന്നുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്തു. നല്ലോണം ഇങ്ങോട്ട് മൊരിച്ചെടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പൊരിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് കോരി മാറ്റി പിന്നെ ആ എണ്ണയ്ക്ക് തന്നെ സവാള കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെന്താ ഇതിപ്പോൾ 5 കിലോനാണ് കേട്ടോ. 5 കിലോ ചിക്കനും 5 കിലോ റൈസും ആണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ ബിരിയാണി കൊണ്ട് 6 ആളാണ് പോവാന്ന് പറയും. അപ്പോൾ എന്താ 30 ആൾക്കുള്ള ഫുഡാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. 1 കിലോ കൊണ്ട് 6 ആളെന്നൊക്കെ പറയും, പക്ഷേ ഒരു കിലോ കൊണ്ട് 7 ആളൊക്കെ പോകും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്ന റൈസ് കൈമ റൈസ് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ കൈമ റൈസുമ്മ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കൈമ റൈസിന് റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്, നമുക്ക് മുതലാവൊന്നുമില്ല. എന്നാലും ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മളെന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്കൊരു തൃപ്തി വേണം. അതേപോലെ എന്താ ക്വാണ്ടിറ്റിയിൽ കുറവ് വരരുത്, അതേപോലെ തന്നെ ക്വാളിറ്റിയിലും കുറവ് വരുത്തരുത്. അപ്പോൾ നമ്മൾ കൊടുക്കണത് നല്ല ഉഷാറാക്കിയിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ മറ്റേ അരിക്കൊന്നും മോശം ഉണ്ട് നല്ലട്ടോ പറയുന്നത്. കൈമ റൈസ് കൊണ്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയ വേറൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെറിയ അരിയേക്കാരത്
നെയ്യൊക്കെ പറഞ്ഞാൽ കാണുകയും ചെയ്യും. അപ്പോൾ ഇന്നും ഞാൻ അത് തന്നെ കേട്ടോ വാങ്ങിക്കുന്നത്. 5 കിലോനാണ് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ആ മസാലയൊക്കെ ഇവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചില കൂട്ടുകാർ പറയും നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കണത് തന്നെ വീഡിയോയിൽ കാണിക്കല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കുക പറയും. ചില ആൾക്കാർ പറയും നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി കാണിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ അങ്ങനെ പറയണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ. 3 കിലോനും 5 കിലോൻ്റെയും 2 കിലോൻ്റെയും 10 കിലോൻ്റെയും ഒക്കെ റെസിപ്പി ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ 5 കിലോൻ്റെ ആണ്, ഇതിൻ്റെയൊക്കെ നമ്മൾ ഇട്ടതാണ്. അതപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും ഒന്നും ചെയ്യാത്തത് കേട്ടോ. പിന്നെ മസാലയും അതേപോലെ ചിക്കനൊക്കെ പച്ചക്ക് വേവിച്ചാണ്ട് അങ്ങനെയും ദം ബിരിയാണി ഉണ്ടാക്കും. പക്ഷേ എനിക്ക് അതിനൊരു പേടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബീഫൊക്കെ ആണെങ്കിലും ബീഫ് വേവിക്കാതെ പച്ചക്ക് അങ്ങോട്ട് വേവിച്ചിട്ട് പച്ചക്ക് മസാലയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വേവിച്ചിട്ട് ദമ്മിടുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കൊരു പേടി കേട്ടോ, പുറത്തേക്ക് കൊടുക്കുമ്പോഴേ അഥവാ വെന്തിട്ടില്ലെങ്കിലോ എന്നൊക്കെ തോന്നും. വേവൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും അങ്ങനെ ഒരു തോന്നലും ഒരു പേടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ബീഫൊക്കെ വേവിച്ചാണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാമല്ലോ വെന്തിക്കണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ദമ്മിട്ടാൽ ആ ദമ്മിണ് കയറുമ്പോൾ തീയൊക്കെ എടുത്തി കൊടുക്കും ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമായിട്ട്, മറ്റേത് അതിൻ്റെ ഉള്ളത്തത് നമുക്ക് അറിയൂലല്ലോ എന്താണ് അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ. നമ്മൾ പൈസയൊക്കെ വാങ്ങിക്കുമ്പം നമുക്കൊരു ഇടങ്ങേറല്ലേ. ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നും കുറയരുത്. അപ്പോൾ അങ്ങനെ കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിന് അങ്ങനെ കൂടിയോണ്ട് നിൽക്കും. അപ്പോൾ എന്തായാലും മസാലയൊക്കെ സെറ്റായി. പിന്നെ ഞാൻ അരി തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. അപ്പോൾ ഞാൻ വറ്റിച്ചുണ്ടാക്കുക ബിരിയാണി എന്ന് വിചാരിച്ചപ്പോൾ എന്നോട് ബാബു പറഞ്ഞു വാണ്ടായി ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിക്കോ, ഞാൻ ഉണ്ടല്ലോ ഞാൻ ഊറ്റാൻ കൂടണ്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടികളില്ലല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ, തിളപ്പിച്ച് ഊറ്റിയിട്ട് തന്നെ ആക്കാമെന്ന് കരുതി. പിന്നെ ചില ആൾക്കാർ പറയും കൈമ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് ഊറ്റരുത്, അരിൻ്റെ സ്മെല്ലും ഇതൊക്കെ അതിൽ പോകുമെന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ട് തന്നെയാണ് ഇന്നും ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ അരി എടുത്തിട്ട് അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഓർഡറൊക്കെ കിട്ടുമ്പോഴേ ഒരു സന്തോഷമാണ്. അതേപോലെ തന്നെ എനിക്ക് വെറുതെക്കൽ അറിയില്ല കേട്ടോ. കാറ്ററിങ് ഇനിയിപ്പോൾ എത്ര കിട്ടുകയാണെങ്കിലും എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് പൂതി. കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം നമ്മൾ മെനക്കെട്ടാൽ മതി. നമ്മളെ ജോലികളും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യും, അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം മെനക്കെട്ടാലും ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുമല്ലോ. പിന്നെ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്താകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല്ല അല്ലേ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിലും മടുപ്പുണ്ടാവില്ല. അപ്പോൾ ഇതാ മസാലയൊക്കെ ആയി. ഞാൻ കാണിച്ചല്ലോ നേരത്തെ. പിന്നെ അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ചിക്കനൊക്കെ നമ്മൾ പൊരിച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനിന്ന് വെള്ളം ഇറങ്ങാനില്ല. സവാള അതേപോലെ തന്നെ ഒക്കെ നല്ലോണം വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും വെള്ളം ഇറങ്ങാനില്ല. അപ്പോൾ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് മസാല ഒന്ന് അഴിച്ചിട്ട് വേണം കേട്ടോ റൈസ് വേവിച്ച് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അണ്ടിപ്പരിപ്പും സവാളയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഉരുക്കിയെടുത്ത ആ നെയ്യും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും അപ്പോൾ എന്നോട് ബാബു പറഞ്ഞിനി ഞാൻ ഇത് ഊറ്റാൻ കൂടണ്ട് എന്നെ വിളിച്ചുകൊണ്ടിന്നൊക്കെ പറഞ്ഞിനി കേട്ടോ. പോയാണ്ട് ഫോണിലെന്തോ കണ്ട് ഉറങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ ചെന്നപ്പോൾ നല്ല കൂർക്കം വലിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചതൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഊറ്റിയിട്ട് ഇപ്പോൾ വെറുതെ ഉറക്കം കെടുത്തണ്ടല്ലോ വിചാരിച്ച്. നമുക്ക് കഴിയണമല്ലേ. പിന്നെ ചെമ്പ് അടുപ്പത്തൊക്കെ വെക്കാൻ കുറച്ച് ഗതിയിട്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ കേട്ടോ കഴിയണതും വേറൊരാളെ ഇടങ്ങാറാക്കാനൊന്നും നോക്കൂല. അത് ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ജോലിയല്ലേ. ചിലപ്പോൾ അങ്ങനെ ഒരു മൂഡാണ്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ദിവസം ഉണ്ടാവും. ഇതിപ്പോൾ 2 കൊല്ലമായിട്ട് ഇപ്പോൾ വന്നതല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹമാണ്. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേക്കാരം. എന്തായാലും ബിരിയാണിയൊക്കെ ദമ്മിലാക്കിട്ടോ. നെയ്യൊക്കെ ആർക്കേജിൻ്റെ നെയ്യൊക്കെ മേലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പിൻ്റെ അടുത്ത് വെച്ചതുകൊണ്ട് നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. പിന്നെ മൈദയൊക്കെ വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ വക്കത്ത് കൂടെ ഒക്കെ തേച്ച് അടപ്പും വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അമ്മക്കുള്ള ഫുഡ് രാവിലെ കുട്ടികൾക്ക് ചോറൊക്കെ ഉണ്ടാക്കിയപ്പോൾ അങ്ങക്കുള്ളതും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ ഉച്ചക്ക്. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ രണ്ടാളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാ അടുത്ത വിന്നർ ആരാന്ന് അറിയില്ല. ഇതൊർക്ക് കിട്ടിയിട്ട് അവരോട് ഞാൻ വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത് കേട്ടോ. ടോപ്പ് കമൻറ്റിൽ വരുന്ന പോലെ നമുക്ക് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താം.
അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്